എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മളിൽ പലരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മത്സരമാണ് ആനയോട്ടം. ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ ഭാഗമായി വാശിയേറിയ ആനയോട്ടം നടത്തുകയുണ്ടായി. എന്നാൽ നമുക്ക് ഇന്ന് 2021 ആനയോട്ടത്തിൻ്റെ വീഡിയോ കണ്ടാലോ? അതിനു മുൻപായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഗുരുവായൂർ ആനയോട്ടം ഇന്ന് നടന്നു. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ആനയോട്ടത്തിന് 3 ആനകളെ പങ്കെടുപ്പിക്കാനുള്ള അനുമതിയാണ് അധികാരികളിൽ നിന്ന് അധികൃതർക്ക് ലഭിച്ചത്. ഇതിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ആനകൾക്കുള്ള മണികൾ പാപ്പാന്മാർക്ക് നൽകിയതോടെ ആനയോട്ടത്തിന് തുടക്കം കുറിച്ചു. ഗോപി കണ്ണൻ, ഗോപി കൃഷ്ണൻ, ദേവദാസ് എന്നീ ആനകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഇന്ന് ഉച്ചയ്ക്ക് 3-നായിരുന്നു ആനയോട്ടം നടന്നത്. മുൻകാലങ്ങളിൽ 20-ലേറെ ആനകൾ പങ്കെടുക്കാറുണ്ടായിരുന്നു. കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടാണ് എണ്ണം കുറച്ചത്. ആനകൾ തമ്മിൽ വാശിയോടെ നടന്ന മത്സരത്തിൽ ഗോപി കൃഷ്ണൻ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. ഈ വരുന്ന 10 ദിവസങ്ങളിൽ ഗോപി കൃഷ്ണൻ അമ്പലത്തിനുള്ളിൽ വസിക്കൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ക്ഷേത്രത്തിലെ 10 ദിവസത്തെ ഉത്സവത്തിന് ഇന്ന് രാത്രി 8:30 ശേഷം കൊടികേറും. ഗുരുവായൂർ ആനയോട്ടം ഇന്ന് നടന്നു. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ആനയോട്ടത്തിന് 3 ആനകളെ പങ്കെടുപ്പിക്കാനുള്ള അനുമതിയാണ് അധികാരികളിൽ നിന്ന് അധികൃതർക്ക് ലഭിച്ചത്. ഇതിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ആനകൾക്കുള്ള മണികൾ പാപ്പാന്മാർക്ക് നൽകിയതോടെ ആനയോട്ടത്തിന് തുടക്കം കുറിച്ചു. ഗോപി കണ്ണൻ, ഗോപി കൃഷ്ണൻ, ദേവദാസ് എന്നീ ആനകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഇന്ന് ഉച്ചയ്ക്ക് 3-നായിരുന്നു ആനയോട്ടം നടന്നത്. മുൻകാലങ്ങളിൽ 20-ലേറെ ആനകൾ പങ്കെടുക്കാറുണ്ടായിരുന്നു. കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടാണ് എണ്ണം കുറച്ചത്. ആനകൾ തമ്മിൽ വാശിയോടെ നടന്ന മത്സരത്തിൽ ഗോപി കൃഷ്ണൻ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. ഈ വരുന്ന 10 ദിവസങ്ങളിൽ ഗോപി കൃഷ്ണൻ അമ്പലത്തിനുള്ളിൽ വസിക്കൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ക്ഷേത്രത്തിലെ 10 ദിവസത്തെ ഉത്സവത്തിന് ഇന്ന് രാത്രി 8:30 ശേഷം കൊടികേറും. ഗുരുവായൂർ ആനയോട്ടം ഇന്ന് നടന്നു. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ആനയോട്ടത്തിന് 3 ആനകളെ പങ്കെടുപ്പിക്കാനുള്ള അനുമതിയാണ് അധികാരികളിൽ നിന്ന് അധികൃതർക്ക് ലഭിച്ചത്. ഇതിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ആനകൾക്കുള്ള മണികൾ പാപ്പാന്മാർക്ക് നൽകിയതോടെ ആനയോട്ടത്തിന് തുടക്കം കുറിച്ചു. ഗോപി കണ്ണൻ, ഗോപി കൃഷ്ണൻ, ദേവദാസ് എന്നീ ആനകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഇന്ന് ഉച്ചയ്ക്ക് 3-നായിരുന്നു ആനയോട്ടം നടന്നത്. മുൻകാലങ്ങളിൽ 20-ലേറെ ആനകൾ പങ്കെടുക്കാറുണ്ടായിരുന്നു. കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടാണ് എണ്ണം കുറച്ചത്. ആനകൾ തമ്മിൽ വാശിയോടെ നടന്ന മത്സരത്തിൽ ഗോപി കൃഷ്ണൻ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. ഈ വരുന്ന 10 ദിവസങ്ങളിൽ ഗോപി കൃഷ്ണൻ അമ്പലത്തിനുള്ളിൽ വസിക്കൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ക്ഷേത്രത്തിലെ 10 ദിവസത്തെ ഉത്സവത്തിന് ഇന്ന് രാത്രി 8:30 ശേഷം കൊടികേറും. ഗുരുവായൂർ ആനയോട്ടം ഇന്ന് നടന്നു. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ആനയോട്ടത്തിന് 3 ആനകളെ പങ്കെടുപ്പിക്കാനുള്ള അനുമതിയാണ് അധികാരികളിൽ നിന്ന് അധികൃതർക്ക് ലഭിച്ചത്. ഇതിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ആനകൾക്കുള്ള മണികൾ പാപ്പാന്മാർക്ക് നൽകിയതോടെ ആനയോട്ടത്തിന് തുടക്ം കുറിച്ചു. ഗോപി കണ്ണൻ, ഗോപി കൃഷ്ണൻ, ദേവദാസ് എന്നീ ആനകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഇന്ന് ഉച്ചയ്ക്ക് 3-നായിരുന്നു ആനയോട്ടം നടന്നത്. മുൻകാലങ്ങളിൽ 20-ലേറെ ആനകൾ പങ്കെടുക്കാറുണ്ടായിരുന്നു. കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടാണ് എണ്ണം കുറച്ചത്. ആനകൾ തമ്മിൽ വാശിയോടെ നടന്ന മത്സരത്തിൽ ഗോപി കൃഷ്ണൻ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. ഈ വരുന്ന 10 ദിവസങ്ങളിൽ ഗോപി കൃഷ്ണൻ അമ്പലത്തിനുള്ളിൽ വസിക്കൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ക്ഷേത്രത്തിലെ 10 ദിവസത്തെ ഉത്സവത്തിന് ഇന്ന് രാത്രി 8:30 ശേഷം കൊടികേറും. ഗുരുവായൂർ ആനയോട്ടം ഇന്ന് നടന്നു. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ആനയോട്ടത്തിന് 3 ആനകളെ പങ്കെടുപ്പിക്കാനുള്ള അനുമതിയാണ് അധികാരികളിൽ നിന്ന് അധികൃതർക്ക് ലഭിച്ചത്. ഇതിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ആനകൾക്കുള്ള മണികൾ പാപ്പാന്മാർക്ക് നൽകിയതോടെ ആനയോട്ടത്തിന് തുടക്കം കുറിച്ചു. ഗോപി കണ്ണൻ, ഗോപി കൃഷ്ണൻ, ദേവദാസ് എന്നീ ആനകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഇന്ന് ഉച്ചയ്ക്ക് 3-നായിരുന്നു ആനയോട്ടം നടന്നത്. മുൻകാലങ്ങളിൽ 20-ലേറെ ആനകൾ പങ്കെടുക്കാറുണ്ടായിരുന്നു.
കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടാണ് എണ്ണം കുറച്ചത്. ആനകൾ തമ്മിൽ വാശിയോട് നടന്ന മത്സരത്തിൽ ഗോപി കൃഷ്ണൻ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. ഈ വരുന്ന 10 ദിവസങ്ങളിൽ ഗോപി കൃഷ്ണൻ അമ്പലത്തിനുള്ളിൽ വസിക്കൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ക്ഷേത്രത്തിലെ 10 ദിവസത്തെ ഉത്സവത്തിന് ഇന്ന് രാത്രി 8:30 ശേഷം കൊടികേറും. ഗുരുവായൂർ ആനയോട്ടം ഇന്ന് നടന്നു. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ആനയോട്ടത്തിന് 3 ആനകളെ പങ്കെടുപ്പിക്കാനുള്ള അനുമതിയാണ് അധികാരികളിൽ നിന്ന് അധികൃതർക്ക് ലഭിച്ചത്. ഇതിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ആനകൾക്കുള്ള മണികൾ പാപ്പാന്മാർക്ക് നൽകിയതോടെ ആനയോട്ടത്തിന് തുടക്കം കുറിച്ചു. ഗോപി കണ്ണൻ, ഗോപി കൃഷ്ണൻ, ദേവദാസ് എന്നീ ആനകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഇന്ന് ഉച്ചയ്ക്ക് 3-നായിരുന്നു ആനയോട്ടം നടന്നത്. മുൻകാലങ്ങളിൽ 20-ലേറെ ആനകൾ പങ്കെടുക്കാറുണ്ടായിരുന്നു. കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടാണ് എണ്ണം കുറച്ചത്. ആനകൾ തമ്മിൽ വാശിയോട് നടന്ന മത്സരത്തിൽ ഗോപി കൃഷ്ണൻ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. ഈ വരുന്ന 10 ദിവസങ്ങളിൽ ഗോപി കൃഷ്ണൻ അമ്പലത്തിനുള്ളിൽ വസിക്കൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ക്ഷേത്രത്തിലെ 10 ദിവസത്തെ ഉത്സവത്തിന് ഇന്ന് രാത്രി 8:30 ശേഷം കൊടികേറും. ഗുരുവായൂർ ആനയോട്ടം ഇന്ന് നടന്നു. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ആനയോട്ടത്തിന് 3 ആനകളെ പങ്കെടുപ്പിക്കാനുള്ള അനുമതിയാണ് അധികാരികളിൽ നിന്ന് അധികൃതർക്ക് ലഭിച്ചത്. ഇതിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ആനകൾക്കുള്ള മണികൾ പാപ്പാന്മാർക്ക് നൽകിയതോടെ ആനയോട്ടത്തിന് തുടക്കം കുറിച്ചു. ഗോപി കണ്ണൻ, ഗോപി കൃഷ്ണൻ, ദേവദാസ് എന്നീ ആനകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഇന്ന് ഉച്ചയ്ക്ക് 3-നായിരുന്നു ആനയോട്ടം നടന്നത്. മുൻകാലങ്ങളിൽ 20-ലേറെ ആനകൾ പങ്കെടുക്കാറുണ്ടായിരുന്നു. കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടാണ് എണ്ണം കുറച്ചത്. ആനകൾ തമ്മിൽ വാശിയോട് നടന്ന മത്സരത്തിൽ ഗോപി കൃഷ്ണൻ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. ഈ വരുന്ന 10 ദിവസങ്ങളിൽ ഗോപി കൃഷ്ണൻ അമ്പലത്തിനുള്ളിൽ വസിക്കൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ക്ഷേത്രത്തിലെ 10 ദിവസത്തെ ഉത്സവത്തിന് ഇന്ന് രാത്രി 8:30 ശേഷം കൊടികേറും. ഗുരുവായൂർ ആനയോട്ടം ഇന്ന് നടന്നു. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ആനയോട്ടത്തിന് 3 ആനകളെ പങ്കെടുപ്പിക്കാനുള്ള അനുമതിയാണ് അധികാരികളിൽ നിന്ന് അധികൃതർക്ക് ലഭിച്ചത്. ഇതിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ആനകൾക്കുള്ള മണികൾ പാപ്പാന്മാർക്ക് നൽകിയതോടെ ആനയോട്ടത്തിന് തുടക്കം കുറിച്ചു. ഗോപി കണ്ണൻ, ഗോപി കൃഷ്ണൻ, ദേവദാസ് എന്നീ ആനകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഇന്ന് ഉച്ചയ്ക്ക് 3-നായിരുന്നു ആനയോട്ടം നടന്നത്. മുൻകാലങ്ങളിൽ 20-ലേറെ ആനകൾ പങ്കെടുക്കാറുണ്ടായിരുന്നു. കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടാണ് എണ്ണം കുറച്ചത്. ആനകൾ തമ്മിൽ വാശിയോട് നടന്ന മത്സരത്തിൽ ഗോപി കൃഷ്ണൻ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. ഈ വരുന്ന 10 ദിവസങ്ങളിൽ ഗോപി കൃഷ്ണൻ ഞങ്ങളുടെ ചാനലിലെ പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ. വെള്ളത്തിനുള്ളിൽ